ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇപ്പോൾ ഇതൊരു പുതിയ തരം സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ മെയിൻലി പണ്ടൊക്കെ എന്താണ് ഇക്വിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അതല്ലെങ്കിൽ നമ്മളെ ഇക്വിറ്റിക്ക് കൊടുക്കുന്ന ഡിവിഡൻറ്റും കാര്യങ്ങളൊക്കെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലായിരുന്നു മെയിനായിട്ട് കാണിക്കാറ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളെന്താണ് ഈ പറയുന്ന നമ്മളെ ക്യാപിറ്റലിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഒക്കെ വ്യതിയാനങ്ങൾ ബാലൻസ് ഷീറ്റിലും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഡിവിഡൻറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും നമ്മൾ ഒരു യോജിപ്പ് വരണമെങ്കിൽ ഇതിനിടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് തോന്നുകയാണെങ്കിൽ അതൊന്നും എന്താണ് തീർക്കാനായിട്ട്, അതൊന്ന് നമുക്ക് റെക്ടിഫൈ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതൊന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ നമ്മൾ കാണിക്കേണ്ടത്. ആദ്യം തന്നെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഒരു പീരീഡത്തെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അതിൽ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തേത്. രണ്ടാമത്തേത് പറയുന്നത് ഈച്ച് ഐറ്റം ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ് ദാറ്റ് ഈസ് റെക്കോർഡ് ഡയറക്ട്ലി ഇൻ ഇക്വിറ്റി. ഇക്വിറ്റിയിൽ ഡയറക്ട്ലി റെക്കോർഡ് ചെയ്യുന്ന ഇൻകമും എക്സ്പെൻസും എവിടെ കാണിക്കുക എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ കാണിക്കുക. ഓക്കെ, അടുത്തത് പറഞ്ഞത് ടോട്ടൽ ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഓക്കെ, ടോട്ടൽ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആസ് ദ സം ഓഫ് 1 and 2. അതായത് പ്രോഫിറ്റും പിന്നെ എക്സ്പെൻസോ ഇൻകമോ ഒക്കെ എന്താണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് നോക്കിയിട്ട് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനീൻ്റെ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്തെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോർ ഈച്ച് കോമ്പണൻറ്റ് ഓഫ് ഇക്വിറ്റി ദ ഇമ്പാക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് കറക്ഷൻസ് ഓഫ് എറേഴ്സ് റെക്കോർഡഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻഡ് AS അല്ലെങ്കിൽ IAS 8 പ്രകാരം IAS 8 പ്രകാരം എന്ത് ചെയ്യുക, ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പ്രൊഫോമയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് അതിൻ്റെ ഫോർമാറ്റാണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റീൻ്റെ ഫോർമാറ്റാണ് SOCE. ഓക്കെ, ഫോർ ദി പീരീഡ് എൻഡഡ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാലൻസ് ആണ് എഴുതുന്നത്. ഓക്കെ, പ്രൊഫോമ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റീൻ്റെ ഷോർട്ട് ഫോമാണ് SOCE. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ എന്താണ് നമ്മൾ 2ൽ കൂടുതൽ കോളംസ് വരയ്ക്കും. ഓക്കെ, 6 കോളം അല്ലെങ്കിൽ 5 കോളമൊക്കെ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, എപ്പോഴും 6 കോളത്തിലേക്ക് എത്തിക്കോളുന്നില്ല, ഐറ്റംസിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് എന്ത് കോളംസ് വരിക. ഓക്കെ, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാലൻസ് ആസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. അപ്പോൾ ഈ ഓരോ ഐറ്റംസ് നമ്മൾ എന്താണ് നമ്മളെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റത്തിൻ്റെ ഒക്കെ എന്താണ് ബാലൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്, പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞ് ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം, ഇത് ഇതിൻ്റെ ടോട്ടൽ കാണുക. അതിനുശേഷം ഡിവിഡൻറ്റുകൾ ഉണ്ടെങ്കിൽ, ബൈബാക്ക് ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ, റിവേഴ്സൽ ഓഫ് റീവാലുവേഷൻ, പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസും കൂടി എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും കൂടി റീകൺസൈൽ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ് ഒരു ചെറിയ കണക്ക് ചെയ്യണം. ഓക്കെ, കണക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഫോർ ദി പീരീഡ് എൻഡിങ് 31st March 2019. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയാണ് കാണാൻ പറയുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആസ് ഓൺ 1st April 2018. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. എമൗണ്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് 40 ലക്ഷം. അടുത്തതായിട്ട് സെക്യൂരിറ്റീസ് പ്രീമിയം ആസ് ഓൺ 1st April 2018, അത് 10 lakh, അതും ഓപ്പണിംഗ് ബാലൻസ് ആണ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ. അത് കഴിഞ്ഞ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എത്രയാണ് കൊടുത്തിരിക്കുന്നത് 12,60,000 രൂപ. ഓക്കെ, അടുത്തത് കൊടുത്തിരിക്കുന്നത് ജനറൽ റിസർവ് ആസ് ഓൺ 1st April 2018 26,75,000. അടുത്തത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ് ഡ്യൂറിങ് 2018-19 30 lakh. ഇതിന് മുൻപായിട്ട് ഒരു സംഗതി കൂടി ഉണ്ട്, റീവാലുവേഷൻ റിസർവ് ആസ് ഓൺ 1st April 2018, അത് 1,20,000. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റീസ് പ്രീമിയം ന്യൂ ഇഷ്യൂൻ്റെത്, പിന്നെ കോംപ്രിഹെൻസീവ് ഇൻകം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എത്രയാണ് വന്നിരിക്കുന്നത് 14,20,000. ഓക്കെ, അപ്പോൾ കോംപ്രിഹെൻസീവ് ഇൻകം എത്രയാണ് വന്നിരിക്കുന്നത് 26,56,000.
അത് കഴിഞ്ഞിട്ട് ഡിവിഡൻഡ് പ്രൊപ്പോസ്ഡ് ഡ്യൂറിങ് ദ ഇയർ 7 lakh. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് തയ്യാറാക്കണം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി തയ്യാറാക്കണം. അപ്പോൾ നമ്മുടെ ഫോർമാറ്റ് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഫോർമാറ്റിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഫോർമാറ്റിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ഫോർമാറ്റിൽ 7 കോളാണ് കൊടുത്തിരിക്കുന്നത്. അവസാനത്തെ ടോട്ടൽ കോളാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഒരു കോളം, അത് എന്തായാലും നമ്മൾ എന്താണ് പുതിയ വരയ്ക്കുന്ന ഫോർമാറ്റിൽ വരും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ വരും. റീറ്റെയിൻഡ് ഏണിങ്സ് പറഞ്ഞാൽ റിസർവ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജനറൽ റിസർവ് ആണ് നമുക്ക് റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? ക്വസ്റ്റ്യനിൽ ജനറൽ റിസർവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണ് അവിടെ വരും, റീറ്റെയിൻഡ് ഏണിംഗ് അല്ലെങ്കിൽ ജനറൽ റിസർവ് എന്ന് എഴുതാം. സെക്യൂരിറ്റീസ് പ്രീമിയം ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം കഴിഞ്ഞിട്ട് അടുത്ത എന്താ വരുന്നതെന്ന് വെച്ചാൽ ക്യാപിറ്റൽ റിസർവ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ റിസർവ് ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം വരുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റീവാലുവേഷൻ സർപ്ലസ് ഇല്ല, പക്ഷേ റീവാലുവേഷൻ റിസർവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം. സർപ്ലസ് എന്നാണ് റിസർവ്, പ്രോഫിറ്റ് നിന്ന് മാറ്റുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നതെന്ന് വെച്ചാൽ ട്രഷറി സ്റ്റോക്ക് ഒന്നും നമ്മളെ എന്തിൽ വരുന്നില്ല എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ വരുന്നില്ല. പിന്നെ ഡിവിഡൻ്റ് ഒക്കെ ഉള്ളത് എന്താണ് നമ്മൾ ഈ സൈഡിലാണ് എഴുതുക. ഓക്കെ, ഈ സൈഡിലാണ് എഴുതുക. കോംപ്രിഹെൻസീവ് ഇൻകം എന്താണ് നമ്മൾ ഈ സൈഡിലാണ് എഴുതുക. അപ്പോൾ നിങ്ങളത് ഫോർമാറ്റ് നോക്കുന്ന നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഷെയർ ക്യാപിറ്റൽ, അതായത് ഇതിനോടനുബന്ധമായിട്ട് ഈ 7 കോളത്തിന് അപ്പുറത്തേക്കുള്ള കോളം വരരുത്, പേരുകൾ മാറാം. അപ്പോൾ റീറ്റെയിൻഡ് ഏണിംഗ് എന്ന് വെച്ചിട്ട് ജനറൽ റിസർവ് എഴുതിയാൽ കുഴപ്പമില്ല. ഓക്കെ, ക്യാപിറ്റൽ റിസർവ്, റീവാലുവേഷൻ സർപ്ലസ്, ട്രഷറി സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഇതിൻ്റെ കൂടെ വരണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? ക്വസ്റ്റ്യനിൽ ഒരു സർപ്ലസ് ഉണ്ട്. ഓക്കെ, സർപ്ലസ് എന്താണ്? സർപ്ലസ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിനൊരു കോളം വരണം. ഓക്കെ, സർപ്ലസിനൊരു പ്രത്യേക കോളം വരണം ഇവിടെ. ഓക്കെ, അതിവിടെ കാണിക്കാനായിട്ടാണ്. പിന്നെ നമ്മളെന്താണ് ഈ പറയുന്നത് റീവാലുവേഷൻ റിസർവിനുണ്ട്, ഈ പറയുന്നത് നമ്മളെ കോംപ്രിഹെൻസീവ് ഇൻകത്തിനും പിന്നെ ഡിവിഡൻറ്റിനും ഇല്ല. ഓക്കെ, കോളംസ് വരുന്നില്ല. അതൊക്കെ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്ന ഐറ്റംസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ എന്താണ് ഫോർമാറ്റിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഫോർമാറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളിവിടെ 6 കോളമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ 7 കോളം കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ 6 കോളം ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ട്രഷറി സ്റ്റോക്ക് ഇല്ല. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്, റീറ്റെയിൻഡ് ഏണിങ്ങിന് വരുന്നുണ്ട് ജനറൽ റിസർവ് ഉണ്ട്, റീവാലുവേഷൻ സർപ്ലസിന് പകരം റീവാലുവേഷൻ റിസർവ് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ് നമുക്ക് ക്യാപിറ്റൽ റിസർവ് ഇല്ല, പക്ഷേ ഈ നെറ്റ് പ്രോഫിറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, പിന്നെ ടോട്ടലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാലൻസ് എന്ന് എഴുതുക. ബാലൻസ് ആസ് ഓൺ 1st April 2018. ബാലൻസ് ആസ് ഓൺ 1st April 2018. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ഐറ്റത്തിലും കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ബാലൻസുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഓരോ ഐറ്റത്തിലും കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ബാലൻസ് എത്ര ഐറ്റം ഉണ്ട്? 1, 2, 3, 4, 5. ഓക്കെ, എന്തിനൊക്കെ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ടോ അതിനൊക്കെ കോളം വരയ്ക്കണം. ഓക്കെ, എന്തിനൊക്കെ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ടോ അതിനൊക്കെ കോളം വരയ്ക്കണം. അതാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് എത്ര? 5 ഐറ്റത്തിനാണ് ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈക്വിറ്റി ഇഷ്യൂവിനൊന്നും എന്തില്ല, നമ്മൾ കോളം വരച്ചിട്ടില്ല. കാരണം ഇതിനൊന്നും ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടില്ല. ഈ 5 ഐറ്റത്തിനാണ് ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 5 ഐറ്റത്തിൻ്റെയും എന്ത് വേണം? ബാലൻസ് വേണം. ആ 5 ഐറ്റത്തിൻ്റെയും ബാലൻസുകളാണ് എന്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ 5 ഐറ്റത്തിൻ്റെയും ബാലൻസ് ആണ്. അത് അതേപടി എടുത്തിട്ട് എന്ത് ചെയ്യുക? ആ ഓരോ റെസ്പെക്റ്റീവ് കോളംസിൽ എന്താണ് എഴുതി വെക്കുക. അപ്പോൾ ഇങ്ങനെ അവിടെ കാണുന്ന ബാലൻസ് അതേപടി എന്താണ് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ എടുത്ത് ഇവിടെ എഴുതുക. എല്ലാം കൂടി 90,55,000 വരും. 55,000. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇക്വിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ, അതാണ് നമ്മളെന്ത് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്? ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ് എത്രയാണ്? 30 lakh. അപ്പോൾ 30 lakh ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതി വെക്കുക അവിടെ. ഓക്കെ, എഴുതുക
ഇഷ്യൂ ഓഫ് ഷെയർസിൽ എത്ര വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിലേക്ക് എത്ര വന്നു? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് 30 ലക്ഷം കൂടുതൽ വന്നു. 30 lakhs ആയിരുന്ന എമൗണ്ട് അഡീഷണൽ ആയിട്ട് 30 ലക്ഷം വന്നു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, സെക്യൂരിറ്റീസ് പ്രീമിയം ഓൺ ന്യൂ ഇഷ്യൂ. അതായത് ഈ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന നേരത്തെ കിട്ടിയ സെക്യൂരിറ്റീസ് പ്രീമിയം ആണെന്ത്? 7,50,000. സെക്യൂരിറ്റീസ് പ്രീമിയം ഓൺ ന്യൂ ഇഷ്യൂ. ഇതാണ് ന്യൂ ഇഷ്യൂ. ഇക്വിറ്റി ഷെയർ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്തത് 30 ലക്ഷത്തിനാണ്. ആ നേരത്ത് ഈ ഇക്വിറ്റി ഷെയറിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന പ്രീമിയം അധികമായിട്ട് ഈടാക്കിയ തുക എത്രയാണ്? 7,50,000 സെക്യൂരിറ്റീസ് പ്രീമിയം ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇത് എഴുതുന്ന നേരത്ത് ഇതെന്താണ്? സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, 7,50,000 ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എവിടെ ഒന്നും പിന്നെ വേറെ ഒന്നും വരുന്നില്ല, ഇതിനൊന്നും ബാധിക്കാത്ത കാര്യങ്ങളാണ്. 37,50,000 എന്ന് എഴുതി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കോംപ്രിഹെൻസീവ് ഇൻകം ഡ്യൂറിങ് ദ ഇയർ 26,56,000. കോംപ്രിഹെൻസീവ് ഇൻകം അങ്ങോട്ടാ പോവുക? അത് പ്രോഫിറ്റിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ അത് പ്രോഫിറ്റിലേക്ക് എഴുതി വെക്കുക. ഇവിടെ ഒന്നുകിൽ നിങ്ങൾ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് എഴുതുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ എന്ന് എഴുതുക. കോംപ്രിഹെൻസീവ് ഇൻകം എത്രയാണ് വന്നിരിക്കുന്നത്? 26,56,000. ഓക്കെ, വേറെ ഒന്നുമില്ല. ഇവിടെ എന്ത് ചെയ്യുക? 26,56,000 എന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ കോംപ്രിഹെൻസീവ് ഇൻകം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 14,20,000. അത് ഇൻകത്തിൽ നിന്ന്, അതായത് പ്രോഫിറ്റിൽ നിന്ന് 14,20,000 രൂപ ജനറൽ റിസർവിലേക്ക്. ഓക്കെ, ജനറലായിട്ട് വരുന്ന പല ആവശ്യങ്ങൾക്കും വേണ്ടി മാറ്റി വെക്കുന്ന തുകയാണ് ജനറൽ റിസർവ്. അത് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നതാണ്. പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അത് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ജനറൽ റിസർവ്. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് ഇത്രയും തുക എന്താണ്? ജനറൽ റിസർവിലേക്ക് മാറ്റി വെക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഈ ജനറൽ റിസർവിൽ എമൗണ്ട് വർദ്ധിക്കുകയും ചെയ്യും, പ്രോഫിറ്റിൽ നിന്നാണ് എമൗണ്ട് കുറയുകയും ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾ എഴുതുക, ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എത്ര എമൗണ്ട്? 14,20,000. പ്രോഫിറ്റിൽ നിന്ന് കുറച്ചിട്ട് എങ്ങോട്ടേക്ക് കൊടുത്തത്? 14,20,000. ഇങ്ങനത്താണ് നെഗറ്റീവ് സൈനാണ്. ഇത് ഇവിടുന്ന് മൈനസ് ചെയ്തിട്ട് എങ്ങോട്ട് ഇട്ട്? അത് ജനറൽ റിസർവിലേക്ക് ഇട്ട്. അപ്പോൾ ഇവിടെ എത്ര വരും? 0 വരും അല്ലേ? മൈനസും പ്ലസും കൂടി വന്നാൽ 0 വരും. ഓക്കെ, കഴിഞ്ഞിട്ട് അവസാനം കൊടുത്തിരിക്കുന്നത് എന്താണ്? ഡിവിഡൻഡ് പ്രപ്പോസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 7 ലക്ഷം. ഓക്കെ, താഴെ എഴുതുക, ഡിവിഡൻഡ് എത്രയാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? 7 ലക്ഷം. അപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഡിവിഡൻഡ് ആണ്. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് 7 ലക്ഷം രൂപ കുറയ്ക്കാൻ വേണ്ടി പ്രോഫിറ്റിന് എത്ര കൊടുക്കാൻ തീരുമാനിച്ച്? ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് 7 ലക്ഷം രൂപ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ 7 ലക്ഷം രൂപ കുറയ്ക്കാം. ഒരു ഐറ്റം കൂടി എഴുതുക, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ഓക്കെ, അത് നിർബന്ധമായിട്ട് എഴുതേണ്ടതാണ്. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, അതായത് ഈ 7 ലക്ഷത്തിൽ നിന്ന് എത്ര ശതമാനമാണ്? 17.4. നമ്മൾ എത്ര ശതമാനമാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കുക? അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ്. 17.472%. നമ്മൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഈ ഡിവിഡൻഡിൻ്റെ ഗ്രോസ് എമൗണ്ടിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ ഗ്രോസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക രീതിയിലാണത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറയുകയാണെങ്കിൽ ഇവിടെ എത്ര കൊടുത്തിരിക്കുന്നത്? ഇവിടെ 7 lakh അല്ലേ? ഓക്കെ, 7 lakh ആണ് ഡിവിഡൻഡിൻ്റെ എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്? 7 lakh ആണ് ഡിവിഡൻഡിൻ്റെ എമൗണ്ട് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇൻറ്റു ഗ്രോസ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ 17.472 ആണ് റേറ്റ് ഓഫ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ, നമ്മൾ സാധാരണ 100 കൊണ്ടാണ് ചെയ്യുക. ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 100 മൈനസ് ദി സെയിം റേറ്റ് 17.472. ഓക്കെ, ഇങ്ങനെ വേണം കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, അതായത് സ്വതവേ സാമാന്യമായിട്ട് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കാണിക്കാനായിട്ട്. നമ്മളിതിന് മുൻപ് ഒരു കണക്കിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കണ്ടിട്ടുണ്ട്. ഒരു കോംപ്രിഹെൻസീവ് പ്രോബ്ലത്തിന്, ഇത് തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ നമ്മൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കണ്ടിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് അത് 20% കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആണ് അപ്പോൺ ഡിവിഡൻഡ് എന്ന്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ 20% മാത്രം എടുത്ത് കണ്ടാൽ മതി. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വരയ്ക്കുന്ന നേരത്ത് നമ്മളോട് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൂടി കാണിക്കാനാണ് പറയുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ ഡിഫോൾട്ട് റേറ്റിൽ കാണിക്കാൻ പറയുകയാണെങ്കിൽ നിലവിലുള്ള റേറ്റിൽ കാണിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണിക്കുക. ഓക്കെ, അപ്പോൾ 7 ലാഖിന് എന്താണ് ഇങ്ങനെ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുക കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 7 ലാഖ് ഇൻറ്റു നമ്മുടെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എത്രയാണ് 17.472% ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്താണ് ഇതിങ്ങനെ ചെയ്യുക. അതായത് ആദ്യം ഡിവിഡൻഡ് എടുത്ത് ചെയ്തുക 7 ലാഖ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് 17.472. അപ്പോൾ ഡിഫോൾട്ട് റേറ്റിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിതിന് മുൻപുള്ളൊരു കണക്കിൽ നമ്മൾ എന്താണ് 20% കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പുള്ള കണക്കിൽ കോംപ്രിഹെൻസീവ് പ്രോബ്ലം എന്നൊരു കണക്കിൽ, അതായത് ഈ ബാലൻസ് ഷീറ്റും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസും കൂടി ഒരുമിച്ച് വന്നൊരു കണക്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഡിഫോൾട്ടായിട്ട് വരുന്ന റേറ്റ് നമ്മൾ ഇങ്ങനെയാണ് അത് ഗ്രോസപ്പ് ചെയ്തിട്ട് ഞാൻ എന്താണ് ആ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ 7 ലക്ഷത്തിൻ്റെ 17.472 ഡിവൈഡ് ബൈ 100 മൈനസ് 17.472 അതിന് ഗ്രോസപ്പ് ചെയ്തിട്ട് വേണം എന്താണ് അതിൻ്റെ റേറ്റ് കണ്ടെത്താനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര റേറ്റ് വരുന്നു വെച്ചാൽ നമ്മൾ ആദ്യം 7 ലാഖ് എടുക്കുക. 7 ലാഖ് ഇൻറ്റു 17.472 ഡിവൈഡഡ് ബൈ 85.528 വരും. ഓക്കെ, അപ്പോൾ എത്ര വരുന്നു വെച്ചാൽ 1,42,998.78. അപ്പോൾ 99 കൂട്ടാം, നമുക്ക് റൗണ്ട് അപ്പ് ചെയ്തിട്ട് എന്താണ് 99 കൂട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് എല്ലാ ഐറ്റംസും എഴുതി. ഇവിടെ വേറെ ഐറ്റംസ് ഒന്നും വരുന്നില്ല, ഇതേ ഐറ്റംസ് എന്താണ് നമ്മൾ എഴുതി വെക്കുക. മൈനസ് ചെയ്യേണ്ടത് മൈനസ് ആയിട്ട് തന്നെ എന്താണ് എഴുതി വെക്കുക. ഇവിടെ എന്താണ് 142,999 എഴുതി വെക്കുക മൈനസ് ആയിട്ട്. എന്നിട്ട് ഇതിന് ലാസ്റ്റിൽ എന്താണ് നമ്മൾ ലൈന് വരച്ചിട്ട് ഇവിടെ എന്താ ചെയ്താന്ന് വെച്ചാൽ ബാലൻസ് ആസ് ഓൺ 31st മാർച്ച് 2019. ബാലൻസ് ആസ് ഓൺ 31st മാർച്ച് 2019. ഇവിടെ എത്ര വരും? ഇവിടെ 70 ലാഖ് വരും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ബാലൻസുകളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എഴുതുക, ഇതിൽ നിന്ന് ഇതും കൂടി ആഡ് ചെയ്യുക, അതിൽ നിന്ന് ഇത് 3 ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് നമുക്ക് എന്താണ് ഇവിടെ ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഐറ്റംസ് നമ്മൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ എന്താണ് ആഡ് ചെയ്യുക, ഇവിടെ വരുമ്പോൾ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റിൽ കാണുന്നൊക്കെ അതിൽ നിന്ന് എന്താണ് ലെസ് ചെയ്യുക. അത് ഇവിടെയും അതേപോലെ 7,42,999 എന്താണ് ഈ 7 ലാഖും ഈ എമൗണ്ടും കൂടി എന്ത് ചെയ്യുക, ഈ ഓരോ ഐറ്റം കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാലൻസ് കിട്ടിയ എമൗണ്ടുകളാണ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ അത് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെക്കുക. ഓക്കെ.